യൂദാസേ യൂദാസേ യൂദാസ്. ആ ഇരിക്കടാ. എന്തായാലും ഒരു കാര്യത്തിൽ ഭാഗ്യവാനാ, വലത് കൈക്കായത് കാര്യമായി. ഇടത് കൈക്കായിരുന്നാലും ചന്തി കഴിയുമ്പോൾ നമ്മൾ വേറെ ആളെ സഹായിക്കേണ്ടി വന്നേനെ. അതെ, വലത് കൈ കൊണ്ട് ചന്തി കഴിക്കാൻ വൃത്തിയാവില്ലേ? അയ്യ പിന്നെ നയിക്കണ്ടോ? ഞാൻ അങ്ങനെയാണ് പിന്നെ അടുത്ത കൈ കൊണ്ട് തന്നെ വേണ്ടേ തിന്നെ. അത് കുഴപ്പമില്ല, സ്പൂൺ കഴിക്കാലോ. അപ്പോൾ വലത്തെ കൈ കൊണ്ടാണെങ്കിൽ സ്പൂൺ കൊണ്ട് കഴിക്കാലോ. അതിനുണ്ടല്ലേ ചന്തത്തിനിട്ടിരിക്കുകയാണത്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്നാണ്. ചീരത്തോട്ടത്തിൽ കാല് തെറ്റി വീണാന്ന് പറഞ്ഞില്ലേ? അതിനകത്തൊരു വിശ്വാസക്കുറവുണ്ടോ? കാല് തെറ്റി വീണാ കാലല്ലേ ഒടിയും, കൈ എങ്ങനെ ഒടിയും? എടാ, കാല് തെറ്റി വീഴുമ്പോ തല അടിച്ചു വീഴാണ്ടിരിക്കാൻ നമ്മൾ കയ്യല്ലേ കുത്തുക. ആ കൈ കുത്തിയപ്പോ ടോളിന് കൊണ്ട് കയറി. പക്ഷെ ചീരത്തോട്ടത്തിൽ വെച്ച് സംഭവിച്ചെന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം പാതിരാത്രിക്ക് പോലും ഒരു സിഗരറ്റ് ലാമ്പിന്റെ വെട്ടം പോലും ഇല്ലാതെ തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാല കിടക്കുന്ന മാമൻ കഴിഞ്ഞ കർത്താവിനെന്ന് ഞാൻ അടിച്ചു പൂസായപ്പോൾ ആ ചീരത്തോട്ടത്തിൽ കൂടെ എന്നെ തോള ഇട്ടുകൊണ്ട് നടന്നു വന്ന ആള് പെട്ടെന്നൊരു സുപ്രാത്തി മറിഞ്ഞു വീണ് കൈക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ സിംഗ്രണൈസിങ്. എടാ, അത് നമ്മുടെ ശ്രദ്ധ തെറ്റുമ്പോൾ എങ്ങനെയായാലും അടി പതറിയാൽ ആനയും വീഴും. ഞാൻ അവളായിട്ടുള്ള ദേഷ്യത്തിലാണ് നേരെ ഇറങ്ങി നടക്കുന്നത്. അപ്പൊ ആ ടെൻഷനിൽ ചിലപ്പോൾ കാല് തെറ്റി വീണിട്ടുണ്ടാവുമല്ലോ. ആ ദേഷ്യം ഇതിലൂടെ കാണുവാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അതായത് മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചതിന് ഇല്ലിപ്പെണ്ണ് പറഞ്ഞു. ആ സംഭവം മാമി എറിയിച്ചു പോക്ക് കൈയോട് പോക്ക് തമ്മിൽ അത് ഒരു ഇതുണ്ട്. നീ ആരാ, സേതുരാമയ്യർ CBI? അല്ലെന്ന്. ഇപ്പൊ എന്താ നീ പറഞ്ഞു വരുന്നത്, അത് പറ. മാമ, ഇതേ അനുഭവം 2020 എനിക്ക് ഡിസംബർ ക്രിസ്മസിന് പറ്റിയിട്ടുണ്ടെന്ന്. വലിയ കേക്ക് മേടിച്ചോണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ ചപ്പാത്തി പോലെ വെച്ച് അവളെന്റെ കൈ കടിച്ചു റോസ്മേരി. ഞാനും ഇതേപോലെ ഭാഗിട്ടിരുന്നേ അതേ സംഭവം ആണോ ഞാൻ ചോദിച്ചു വരുന്നത്. അത് ശരി. അപ്പൊ റോസ്മേരിയുടെ തല്ലുകൊള്ളണം നിന്നെ പോലെയാണ് ഞാനെന്ന് കരുതിയോ? എന്റെ ഭാര്യക്ക് എന്റെ നേർക്ക് കയ്യാണ്ട് വാങ്ങി അവള് വിവരം കൂടെ അറിയും. നിന്നെ പോലെ ഭാര്യയുടെ തല്ലുള്ളിയല്ല ഞാൻ. അതൊക്കെ ശരി തന്നെ. പക്ഷേ പിള്ളേരെ കാട്ടിലും ഭർത്താക്കന്മാരെ കാട്ടിലും എല്ലാത്തിനെ കാട്ടിലും ചിലവർക്ക് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അതറിഞ്ഞു പറ്റിക്കുമ്പോ കൊല്ലാക്കൊല നടക്കുന്നു. പിന്നാണ് എണീറ്റ് പോകാൻ നോക്കിയേ, എണീറ്റ് പോകാൻ നോക്കടാ. മാമ, ഞാനൊരു കാര്യം പറയാം. ഗാർഹിക പീഡനം എന്നൊരു സമ്പ്രദായം ഇപ്പൊ കോടതിയിലുണ്ട്. മാമി എങ്ങാനും കേസിന്റെ വഴിക്ക് പോവാണെങ്കിൽ മാമനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ഒരു സാക്ഷിയുള്ളതല്ല. അവള് കേസ് കൊടുക്കുക, എന്നിട്ട് ഡൈവോഴ്സ് ആവുക, എന്താ ചെയ്തോട്ടെ. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. നീ വെറുതെ എഴുതിയിൽ എണ്ണ ഒഴിക്കേണ്ട, പോവാൻ നോക്കിയാ നീ. അങ്ങനെ വക്കീലെ ഞാൻ ഏർപ്പാടാക്കാം. ഈ കൈ ഒടിഞ്ഞുള്ളൂ, ഈ കൈ ഇപ്പോഴും സ്ട്രോങ്ങാ. ഇറങ്ങി പോയിക്കോ, അതാ നല്ല എനിക്ക്. നിങ്ങൾക്ക് 10 പൈസ കിട്ടാനും സ്വതന്ത്രമായിട്ട് എവിടെങ്കിലും ഒരു കൂര ഇട്ട് ജീവിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞത്. അതൊക്കെ അസലായിട്ട് ചെറുപ്പം മുതൽ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ പോവാൻ നോക്ക്. മാമിയുടെ കൈയുടെ പവറ് ഇത് ഞാൻ ചീരത്തോട്ടത്തിൽ വീണതാണ് വിശ്വസിച്ചു. എന്നാലും എന്തോ ഒരു അടിയ മാമി അടിച്ചു കളഞ്ഞു. സ്വന്തം ഭർത്താവല്ലേ? ഏത്